നാടാകെ ആഘോഷം വന്നടികളെ മലയാളക്കരയാകെ പാട്ടായി മണമാകെ കണ്ടോടി വരവായി മന്നൻ വരവായി തിരുവോണ നാളിൽ മന്നന്മാര് വരവായി. ആരാണ്? മഹാബലി അറിയില്ലേ? നമ്മുടെ നാട് ഭരിച്ചിരുന്ന പൊന്നു തമ്പുരാൻ. നാട്ടിലെ അമരാവതി തീരത്ത് കരവൂർവാണ കൊങ്കണം ഓവരൻ കാശ്യപ വംശനം വിരോചന പുത്രൻ ഇന്ദ്രസേന നാമകാരി ബലിതൻ ഗുരു ഭക്തദാന ചീര ഭക്തുണ സമ്പന്ന അപുര രാജരാജൻ ഒരുപാടും നാട്ടിൽ ആദിയാതില്ല കള്ളപ്പറയില്ല ചെറുനാഴിയില്ല കള്ളത്തരങ്ങൾ നാമത്തൂത്തിലില്ല മാനവരെല്ലാരും ഒന്നായി വസിച്ചിരുന്നു. മഴയുണ്ട് പൊന്നുപോലെ വെയിലുണ്ട് ലാവുകയുന്ന രാവുണ്ട് പാട്ടുണ്ട് ധാന്യധനങ്ങളുടെ സമ്പത്തുമേറെയുണ്ട് ഋതുഭംഗിയേറുന്ന കാലങ്ങൾ കൂടെയുണ്ട് മാവലി വാഴുന്ന സമ്പന്ന നാട് ശാന്തി സമാധാന സന്തോഷം. പരന്നിതാ ലോകമാകെ വെളിവാഴും നാടിൻ സുവർണകാലം ആശങ്കയാലേ വരുന്നു ദേവർകുലം ആശ്രയം തേടി ദേവമാതാവിങ്ങൾ. വൈകുണ്ഠനാഥനെ തപസിനാൽ പ്രീതനാക്കി അതിഥിമാതാ സങ്കടം പൂര ചെയ്തിടുന്നിതാ കരുണയുണ്ടാകണം ബലി തന്നഹന്തമിങ്ങാൻ വൈകുണ്ഠനാഥ തുണയ്ക്കേണം ദേവലോകത്തെ. വൈകുണ്ഠനാഥൻ നവരൂപമേകി അവതാരമായി വന്നിതാ ഉപനയന മന്ത്രമായി ആദിത്യ ഗായത്രി ചൊല്ലവേ ആചാര്യദേവ കശ്യപന്മ ഊന്നൂൽ മേഖല നൽകിന സൗപീനവർഗാദികളോ ആദിതി മാതാവേ ലോകാഭിമാനി ദേവി നന്ദാനമായി നൽകിയിരുന്നു. ബ്രഹ്മദേവൻ കമണ്ഡലവും ഗർഭകൾ സപ്തഋഷികളും ജപമാലയേകി സരസ്വതി ഭിക്ഷാപാത്രം കുബേരനും ഭിക്ഷാന്തവും ഉമാദേവിയും പൂർണ്ണമതരൂപമായി തേജസ്സിൽ വിളങ്ങി മാമനം ബലിപരീക്ഷണയാത്രയ്ക്കായി. വിശ്വജിത് യാഗഭൂമിയിൽ ആഗതനായൊരു ബാലബ്രാഹ്മണനാകും യാഗത്തിൻ മൂന്നാം നാൾ ദാനകർമ്മം നൽകിടും ബലിരാജനോടു ചൊല്ലി സന്നേഹം ഭിക്ഷയായി
ബലിയാണ് ഞാൻ. മറ്റെന്തിനേക്കാൾ വാക്കിനാണ് മൂല്യം. വിശ്വരൂപം ആകാശമുറ്റ വളർന്നു വന്നിടിനാൻ നാം പാദം അളന്നു ആകാശവും രണ്ടാം പാദം ഭൂലോകം പൂർണ്ണമായി മൂന്നാം പാദം എവിടെ അളക്കണം ചൊല്ലുക മന്നവവേദം മടിക്കാതെ തക്ഷണ ശിരസ്സു നമിച്ചു ബലിതമ്പുരാൻ മൂന്നാം പാദം അകന്നു തീരുക മൂന്നാം പാദം ശിരസിൽ